8നും 8:30ക്കും ഇടയ്ക്ക് നീലേശ്വരം സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ നമ്മൾ വാഷ്റൂമിലോട്ട് പോകുമായിരുന്നു. വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പാത്രമാണ്. പാത്രം കഴുകി വെച്ചപ്പോഴത്തേന് എന്തോ വന്ന് പുറകിൽ അടിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ആദ്യം നോക്കി കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് സംഭവിക്കാതെ പാത്രങ്ങളെല്ലാം കഴുകി സൈഡിലോട്ട് വെച്ചപ്പോഴത്തേന് ഒരു തലമുടി മാത്രം പൊങ്ങി നിൽക്കുന്ന തോന്നുന്നു. അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ താഴെ പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് ചവിട്ടുപടിയുടെ അവിടെ നിന്ന് താഴോട്ട് വീണ് കിടക്കുകയായിരുന്നു. ഒരാൾ നോക്കി കഴിയുമ്പോൾ ആ മേളത്തെ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി ടോപ്പിൽ തന്നെ തൂങ്ങി കിടക്കുകയാണ്. ഞാൻ നിൽക്കുന്ന വാഷ്റൂമിന്റെ അവിടെ ചങ്ങല വലിക്കാനായിട്ടാണ് ആദ്യം നോക്കിയത്. പക്ഷെ അവിടെ ചങ്ങല വലിക്കാനായിട്ട് കണ്ടില്ല. ഈ ഡോറ് തുറന്ന് നമ്മൾ ചങ്ങല വലിച്ച് ആളെ കൂട്ടി വരുമ്പോൾ ഈ കുഞ്ഞ് അരഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യുന്നു ഞാനൊരു ഇതിൽ വെച്ചിട്ട് എന്തായാലും ദൈവത്തിന്റെ ഒരു ധൈര്യം തന്നതുപോലെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുടെ തലമുടി ഒരു ഭാഗ്യമായെന്നത് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ 2 കയ്യിലും ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. പുറകെ കിടന്ന ബാഗ്, ഈ മുടിക്കുത്തും എല്ലാം കൂടെ കൂട്ടി വലിച്ച് എനിക്ക് കരയ്ക്ക് കയറ്റാനായിട്ട് പറ്റി. അപ്പത്തിന് കാല് പൊട്ടി ചോരകൾ ഒഴുകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റേ പയ്യനെ ആ പയ്യന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൻ മാത്രമേ കാണുന്നുള്ളായിരുന്നു. ബാക്കി ബോഡി ഉൾപ്പെടെ ട്രെയിൻ ഇങ്ങനെ ചെരിഞ്ഞൊരവസ്ഥയിലായിരുന്നു. അവനെ പിടിച്ച് വലിച്ചു കയറ്റാൻ തുടങ്ങി. അവന് വേറെന്തോ ഭാഷയിലൊക്കെ അവനോട് കരഞ്ഞു പറയുന്നുണ്ട് കയറാം. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞെ ഇതെന്താ കാണിച്ചെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ 2 പേരെയും വലിച്ചു. പക്ഷേ എനിക്കൊരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ വളരെ നിസ്സാരം, അതായത് പൂ പറിക്കുന്ന ലാഘവത്തോടെ എനിക്കത് എന്താ പറയാ പിടിച്ച് അപ്പൊ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം എനിക്കിത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം ദൈവത്തിന് എന്തൊരു അത്ഭുതം, ഒരു മിറാക്കിൾ അവിടെ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്.